കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും. കൃത്യമായി 5 സീറ്റുകളിൽ BJP വിജയിക്കും. ഇത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകളാണ് ഞാനിപ്പോൾ ഇവിടെ ആവർത്തിച്ചത്. പക്ഷേ കോർ കമ്മിറ്റി ഒരു വിശകലനം നടത്തിയതിൽ നിന്നും ഈ പറയുന്ന നേമത്ത് പോലും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്നാണ് കോർ കമ്മിറ്റി അവകാശപ്പെടുന്നത്. എനിക്കത് കേട്ട സമയത്ത്, ആ വാർത്ത കേട്ട സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ ഡയലോഗ് ഉണ്ടല്ലോ. ആ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലർപ്പൊടിക്കാരുടെ സ്വപ്നമല്ല, മലപ്പുറം കത്തി അമ്മ വില്ലും പവനായി അവസാന ശവമായി. ഇപ്പോൾ ആ ഡയലോഗ് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നത്. കാരണം BJP എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, ഞങ്ങൾ 30 സീറ്റ് പിടിക്കാൻ പോകുന്നു, കേരളം ഞങ്ങൾ ഭരിക്കാൻ പോകുന്നു, അവസാനം ഒരു സീറ്റ് പോലും കിട്ടത്തില്ല എന്ന് BJPയുടെ കോർ കമ്മിറ്റി തന്നെ വിശകലനം ചെയ്ത് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും നമുക്കറിയാം BJP കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അനൗദ്യോഗികമായി പറഞ്ഞു തന്നത് 11 സീറ്റുകൾ BJP ലക്ഷ്യമിട്ടിരുന്ന 11 സീറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ 5 സീറ്റിൽ BJP വിജയലക്ഷ്യം അവർ ഉറപ്പിച്ചിരുന്നു, കൺഫേം ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട്, നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, ഈ ഇത്രയും മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള അട്ടിമറി വിജയം അവർക്ക് കിട്ടുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷ അവസാനത്തെ കോർ കമ്മിറ്റി എത്തിയപ്പോൾ പോയി. കാരണം BJPയെ സംബന്ധിച്ച് ഈ 4 സീറ്റുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് അവർക്ക് ഏറ്റവും വിജയപ്രതീക്ഷയുള്ള 4 മണ്ഡലങ്ങളായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടങ്ങിയ 4 മണ്ഡലങ്ങളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഈ 4 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക. ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. അത് സ്വയം പ്രഖ്യാപനമായിരുന്നു. ഞാൻ തന്നെ മത്സരിക്കും, പ്രസിഡന്റായ ഞാൻ തന്നെ മത്സരിക്കും. അല്ല, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് BJP ആരെയൊക്കെയാണ് മത്സരിപ്പിക്കാൻ പോകുന്നത് ഇപ്പം തന്നെ ഞാൻ പറയും. നേമത്ത് ഞാനായിരിക്കും മത്സരിക്കാൻ പോകുന്നത് ഇപ്പം തന്നെ ഞാൻ അനൗൺസ് ചെയ്യുന്നു. സംസ്ഥാന അധ്യക്ഷൻ ആദ്യം അനൗൺസ് ചെയ്തത് തൻ്റെ സ്വന്തം സീറ്റായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2016 BJP ആദ്യമായിട്ട് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുന്നത്. രാജഗോപാലായിരുന്നു BJPയുടെ ആദ്യത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അപ്പോൾ BJPയുടെ വിജയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നേമത്ത് നിന്നും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേമത്ത് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ BJP മുൻകൂട്ടി കണ്ടിരുന്നു. അവിടേക്ക് രാജീവ് ചന്ദ്രശേഖരൻ വരികയാണ്, ഞാൻ അവിടെ മത്സരിക്കും. അതിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ആ കണക്കുകൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഷെയർ വെച്ചിട്ടാണ് അദ്ദേഹം അനാലിസ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഒരു പാറ്റേൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പിലും 3 പാറ്റേണിലാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ഇവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് 140 മണ്ഡലങ്ങളും കേരളത്തിൽ UDF ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോൾ ആ രീതിയിലാണ് കണക്കുകളൊക്കെ പലപ്പോഴും പറയുന്നത്. അതിനകത്ത് ചില മണ്ഡലങ്ങൾ 100 സീറ്റുകൾ കൂടുതൽ, അല്ലെങ്കിൽ 100-120 സീറ്റുകൾ UDF ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 19 MP UDFന് വേണ്ടിയിട്ട്. അപ്പോൾ 19 MP അത്രയും മണ്ഡലങ്ങളിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ UDFന് വലിയ അപ്രമാദിത്വമല്ലേ ഉള്ളത്. പക്ഷെ അതല്ലല്ലോ യഥാർത്ഥ കണക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലെ, പാലക്കാട് നടന്നിട്ടുള്ള നോട്ട് വിവാദം, അതുപോലെ തന്നെ അല്ല, ഇപ്പോൾ കോർ കമ്മിറ്റി അവർ അനാലിസിസ് ചെയ്തതെന്ന് അവർക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. രണ്ടും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പാലക്കാട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ മൊത്തത്തിൽ സ്വാധീനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമത്തത് വോട്ടിന് പണം, വോട്ട് ഫോർ മണി. അതെ, ശോഭാ സുരേന്ദ്രൻ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അന്ന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് BJP. പാർട്ടിക്ക് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കി. BJPയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും എവിടെ പോയാലും നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടോ, പൈസ തരാനുണ്ടോ എന്ന് പറയുന്ന രീതിയിലേക്ക് BJP അളക്കുന്ന രീതിയിലേക്ക് പോയി. അത് തന്നെയുമല്ല, ഈ പറയുന്ന NDA 2020 സഖ്യവും BJPക്കുള്ളിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം BJPയുടെ സ്ഥാനാർത്ഥിയല്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമായി. ഇപ്പോൾ തൃപ്പൂണിത്തറ പോലുള്ള മണ്ഡലമൊക്കെ കഴിഞ്ഞ തവണ BJP വലിയ രീതിയിൽ വലിയ വോട്ട് ഷെയർ ഉണ്ടാക്കിയൊരു മണ്ഡലമാണ്. അവിടെയൊക്കെ 2020 കൊടുക്കുമ്പോൾ എന്താണ് അവർ കരുതുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ അതേപോലെ തന്നെ പാലക്കാട് തന്നെ മൂത്താൻതറയിൽ നമ്മുടെ രമേഷ് പിഷാരടി വോട്ട് ചോദിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ തടയുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത നിലപാടുണ്ട്. ഷാഫി പറമ്പിലിനെ ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യം. ഷാഫി പറമ്പിലാണ് ഇവർക്കെല്ലാം ഒത്താശ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഷാഫി പറമ്പിലിനെ എന്തിനാണ് ഇവർ ആക്രമിച്ചത്, അല്ലെങ്കിൽ അന്ന് തന്നെ രമേഷ് പിഷാരടി ഷാഫി പറമ്പിലിൻ്റെ ആളാണ്
എന്ന് പറയുന്ന രീതിയിലേക്ക് രമേശ് പിഷാരടിയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിലേക്ക്. നമുക്കറിയാം അവിടെ ആരാണ് രമേശ് പിഷാരടിയെ തടഞ്ഞത്? BJPയുടെ പ്രവർത്തകരാണ് തടഞ്ഞത്. BJPയുടെ അവിടുത്തെ വാർഡ് കൗൺസിലറാണ് മൂത്താൻതറയിൽ രമേശ് പിഷാരടിയെ തടഞ്ഞത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? നേരെ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് പറയുകയാണ് അവിടെ രമേശ് പിഷാരടി മോശമായിട്ട് സംസാരിച്ചു. പണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പം പണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ എന്താണ്? എന്റെ നിഴലാണ്. നിഴലല്ല, അവിടെ വന്നിട്ടുള്ള ചെറുക്കൻ വളരെ മോശമായിട്ട് ലൈംഗിക ചൊവ്വയോടെ എന്നെ ലൈംഗിക ഗോഷ്ഠികൾ കാണിച്ചു. അങ്ങനെയാണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ചെന്ന് ചോദിക്കാൻ പോയതാ. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന ആർക്കാണെങ്കിലും അതിനകത്ത് ലൈംഗിക ചൊവ്വയെ പറ്റിയോ ലൈംഗികതയെ പറ്റിയോ ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവിടെ പൈസ കൊടുത്തത്? നിങ്ങൾ എന്തിനാണ് പൈസ കൊടുത്തത്? ഇത് മാത്രമാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മറയാണല്ലോ ലൈംഗിക. അപ്പോഴേ വന്നിട്ട് നിന്റെ ചെവുകുറ്റി അടിച്ച് പൊട്ടിക്കും, എന്റെ വീഡിയോ എടുത്ത എന്റെ വീഡിയോ എടുക്കാൻ അധികാരം നിനക്കില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി. അതിനുശേഷം എന്താണ്? അത് BJPയുടെ മുതിർന്ന നേതാക്കൾക്ക് പോലും അതിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ കഴിയാതെ പോയി. ശോഭാ സുരേന്ദ്രൻ കലപില കുറേ പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ആ വീഡിയോ എടുത്ത ചെറുക്കനെ ലൈംഗികപരമായിട്ട് തന്നെ അവൻ മോശമായിട്ട് ചിത്രീകരിച്ചു, അല്ലെങ്കിൽ മോശമായിട്ട് എന്നോട് പെരുമാറി എന്നുള്ള രീതിയിലൊക്കെ ശോഭാ സുരേന്ദ്രൻ പോയി. തെരഞ്ഞെടുപ്പാണ്, ജനങ്ങൾക്കെല്ലാം അറിയാം പൈസ കൊടുക്കാൻ പോയതാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഞാൻ അങ്ങനെ പോയതല്ല, അത് മറ്റാരോ കൊടുത്തതാണ്, ഞാൻ കൊടുത്തതല്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ആ വിഷയത്തിൽ തന്നെ BJPയുടെ മറ്റൊരു നേതാവ് അവർ തമ്മിൽ വലിയ വിഷയങ്ങളാകുന്നൊരു സാഹചര്യം. അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഈ ചിത്രങ്ങൾ ചെല്ലുമ്പോൾ അയോഗ്യത ആവാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഓർക്കേണ്ടതായിരുന്നു, കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് പണം കൊടുത്ത് മാത്രം വാങ്ങിക്കാൻ കഴിയുന്നതല്ല. ഇത് UP ബീഹാറോ ഒന്നും അല്ലല്ലോ. കേരളത്തിൽ പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പണം മേടിച്ച് തിരിച്ചു കുത്തുന്നവരുണ്ട്. അതെ. ഇപ്പോൾ പല കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും മദ്യം കൊടുത്തുകൊണ്ടും പണം കൊടുത്തുകൊണ്ടും. ഇപ്പോൾ പാലക്കാട് തന്നെ ഏറ്റവും വലിയ ആക്ഷേപം സാരി കൊടുത്തതായിരുന്നു. പാലക്കാട് അവസാനത്തെ ഇവരുടെ കലാശക്കൊട്ടിന് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിലുള്ള ഒരേ സാരി കൊടുക്കുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കൃത്യമായി പർച്ചേസ് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ഒരേ കൂട്ടുള്ള സാരി കിട്ടൂ. അല്ല അവർ ഒരു കടയിൽ നിന്ന് ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് ആർക്കും കിട്ടത്തില്ല. അത് BJP നേതൃത്വം കൃത്യമായിട്ട് വാങ്ങിച്ച് അവർക്ക് കൊടുത്ത സാരികളാണ്. അപ്പോൾ ഇതെല്ലാം വലിയ രീതിയിൽ ആക്ഷേപമായി. ഒഴുകിയത് ഇത്തവണ പണം കൊടുത്തും തെരഞ്ഞെടുപ്പിനെ പിടിച്ചെടുക്കാമെന്നുള്ള ഏറ്റവും വിഷയം പണം മാത്രമല്ല, സഞ്ചാര സ്വാതന്ത്ര്യം. അത് രമേശ് പിഷാരടിയെ പോലൊരു നേതാവിനെ വഴിയിൽ തടഞ്ഞിട്ട് അദ്ദേഹമാണ് കുറ്റക്കാരൻ എന്ന് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്നും പൊട്ടന്മാരല്ലല്ലോ. അവർക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അവിടെ പിഷാരടി എടുത്ത നിലപാട്, പിഷാരടിയുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി, അത് ശോഭാ സുരേന്ദ്രനെയും BJP കൃത്യമായിട്ട് പൂട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, സമ്മർദ്ദത്തിലാക്കി. അവിടെ ആകെ അതിനെ എതിർത്തുകൊണ്ട് വന്നത് നമുക്കറിയാവുന്നല്ലോ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ അത് ഇടപെട്ടതായിരുന്നു. ഞാൻ ആ വിഷയം അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഒഴിച്ചു വിടാൻ. ശോഭാ സുരേന്ദ്രന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്താ പറയുക, ആകാശത്തൂടി പറക്കുന്ന പണി തോട്ടിയിട്ട് വാങ്ങിച്ച് താഴെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആകാശത്ത് പറക്കുന്ന ബോംബിനെ താഴെ തോട്ടിയിട്ട് കൊണ്ടുവന്ന് പൊട്ടിക്കുന്ന രീതി സംഘടനാപരമായിട്ട് നേരിടാമായിരുന്നു. മുതിർന്ന നേതാക്കന്മാർ വന്ന് കൃത്യമായിട്ട് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടാക്കുക. സ്ഥാനാർത്ഥി ഒരു തെരഞ്ഞെടുപ്പാണ്, സ്ഥാനാർത്ഥിയുടെ വായിൽ നിന്നും എന്താണ് പോകുന്നത് എന്ന് ഓരോ ജനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും പാലക്കാട് പോലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള മണ്ഡലം. രാഹുൽ, എനിക്ക് മറ്റൊരു സംശയം കൂടി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖരൻ ഈ BJPയിലേക്ക് കടന്നു വന്നിട്ട് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിൽ അദ്ദേഹം അത്ര പ്രസക്തനായിരുന്നില്ല. പകരം ഇവിടെ ഉണ്ടായിരുന്നത് കെ സുരേന്ദ്രൻ ആയിരുന്നു. കെ സുരേന്ദ്രൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. കേരളത്തിൽ BJPയുടെ എന്ത് ചടങ്ങുകൾ ഉണ്ടെങ്കിലും അവിടെ കെ സുരേന്ദ്രനുണ്ട്, അല്ലെങ്കിൽ കെ സുരേന്ദ്രന്റെ ഒരു സാന്നിധ്യമുണ്ട്. കെ സുരേന്ദ്രൻ കേരളത്തിൽ ഒരു പക്ഷം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, സുരേന്ദ്രൻ പക്ഷം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പക്ഷം ഉണ്ടാക്കുവാനായിട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മോദിജിയുടെ അടുത്തേക്കുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ ഇരുന്ന വ്യക്തിയാണെന്നുള്ള ഒരു കണക്ഷൻ. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ വലിയധികം ഒരു നേതൃത്വത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കെ സുരേന്ദ്രനെ പോലെ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും കെ സുരേന്ദ്രൻ പക്ഷം ഇത്തവണ, കാരണം കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കെ സുരേന്ദ്രൻ പക്ഷം ഇത്തവണ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു വലിയ തിരിച്ചടി കൊടുക്കാൻ ശ്രമിച്ചാൽ അതിനെ അത്ഭുതമെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ? എൻ്റെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ
BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ആ സീറ്റിൽ നിന്നും മാറ്റും. അതെ, പകരം അവിടേക്ക് കെ സുരേന്ദ്രൻ തന്നെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. മറ്റാരെങ്കിലും ആക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ കെ സുരേന്ദ്രൻ കൃത്യമായിട്ട് സംഘടനാപരമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന ആളാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ നൂലിൽ കെട്ടിയത് ഇറക്കിയതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJPയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട്, അമിത്ഷാ ഇടപെട്ട് നേരെ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് വിടുകയാണ് സംസ്ഥാന പ്രസിഡന്റായിട്ട്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ശൈലിയാണ്. അതിനപ്പുറത്തേക്ക് ജനാധിപത്യം എന്താണ്, അപ്പോൾ പാർട്ടിയിൽ പണിയെടുക്കുന്ന ആളുകൾ എന്താണ്, അതൊന്നും അവർക്കറിയത്തില്ല. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പണിയെടുത്ത് വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന എത്ര ആളുകളുണ്ട്. ആർക്കും സീറ്റ് കൊടുത്തില്ല. കുറെ നടന്മാരെയും പിടിച്ച് നടിമാരെയും പിടിച്ച് സീറ്റ് കൊടുത്തിട്ട് എന്താണ് കാണിക്കുന്നത്? പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ഒന്നും അല്ലല്ലോ നടക്കുന്നത്. ഒന്ന് ആലോചിച്ചു. ഇപ്പോൾ റോബിനെ പോലുള്ള ഒരാളെ കുണ്ടറ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക, ആ ചിത്രത്തിൽ പോയി. ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മത്സരം ഇപ്പോൾ 2020 ചെയ്ത നമുക്കറിയാം അഖിൽ മാരാർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്, രാഷ്ട്രീയപരമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ബാക്കി സ്ഥാനാർത്ഥികൾക്ക് എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത് എന്നൊരു ചോദ്യമുണ്ട്. സീറ്റ് അങ്ങനെ വിഭജിച്ചു കൊടുത്താൽ പോലും ഇപ്പോൾ 100 സീറ്റിൽ BJP മത്സരിക്കുന്നുണ്ട്. ബാക്കി സീറ്റുകൾ NDAക്കാണ് വിട്ടുകൊടുത്തുള്ളത്, 2020ക്കാണ് വിട്ടുകൊടുത്തുള്ളത്. പിന്നെ BDJSനും കുറച്ച് സീറ്റുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര സ്ഥാനാർത്ഥികൾ, ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്, പണിയെടുത്ത് വന്ന എത്ര സ്ഥാനാർത്ഥികളുണ്ട്? ഇത് വലിയൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും പല മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു ഈ പണിയെടുത്ത് വന്നവരെന്ന് പറയുവാനായിട്ട് ആകെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തുണ്ട്, ആറന്മുള നമ്മുടെ കുമ്മനം രാജശേഖരനുണ്ട്, അതുപോലെ തന്നെ പാലക്കാട് ശോഭ സുരേന്ദ്രൻ. ഈ 3 പേര് മാത്രമാണ് BJPക്ക് പണിയെടുത്ത്. 2021 തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു BJP. ഇപ്പോ കോന്നിയിൽ തന്നെ, കോന്നിയിലും മഞ്ചേശ്വരത്തും ഒന്നിച്ചാണ് സുരേന്ദ്രൻ മത്സരിച്ചത്, മറ്റേ പ്ലെയിനിലൊക്കെ പോയിട്ട്. അപ്പൊ ഈ പ്രാവശ്യം കോന്നിയിൽ ആർക്കാണ്? കോന്നി ഇപ്രാവശ്യം ചർച്ച പോലും ആവാതെ പോയി. കോന്നിയിലെ BJP സ്ഥാനാർത്ഥി ഇപ്പൊ പ്രാവശ്യം ചിത്രത്തിൽ ഇല്ല. സ്ഥാനാർത്ഥി ഉണ്ട്, പക്ഷെ ചിത്രത്തിലില്ല. അപ്പൊ അങ്ങനെയാ. ഇപ്പോ ആറന്മുളയിൽ വലിയൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. നമുക്കറിയാം വീണ ജോർജും അബിൻ വർക്കിയും മത്സരിക്കുന്ന മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്. കുമ്മനം ചെറിയ പുള്ളിയൊന്നും അല്ലല്ലോ, വേണമെങ്കിൽ പറയണം. ബലിയാടല്ല. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ വോട്ട് ഷെയറുകൾ കണ്ടെത്താൻ കഴിയുന്ന ഒരാളായിരുന്നു. അവിടെ എന്ത് പ്രവർത്തനമാണ്, അല്ലെങ്കിൽ BJP നേതൃത്വം കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടാണ്ട് ഞങ്ങളിവിടെ ഇന്ന ആളെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമായിരുന്നെങ്കിൽ, അതെ, രണ്ട് സ്ഥാനാർത്ഥികൾക്കും വെല്ലുവിളിയായിട്ട് ആറന്മുളയിലേക്ക് ഞങ്ങൾ കുമ്മനം രാജശേഖരനെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മോദി വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് അടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു ചിത്രം വലുതാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം BJPക്ക് ഇപ്രാവശ്യം ഇല്ലായിരുന്നു. BJP ഉദ്ദേശിച്ചത് സൈലന്റ് വോട്ടുകളെല്ലാം തങ്ങളിലേക്ക് വരും എന്നായിരുന്നു. പക്ഷെ പണിയെടുത്താലല്ല ഈ വോട്ടുകൾ വരികയുള്ളൂ. അല്ലാതെ മേളിലിരുന്നുകൊണ്ട് ഞങ്ങൾ ഹിന്ദുത്വവാദികളാണ് അല്ലെങ്കിൽ ഹിന്ദുത്വം പറയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ FCRA ആ ഒരു ബില്ല് വലിയ രീതിയിൽ BJPക്ക് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ വോട്ടുകൾ, BJP ഉദ്ദേശിക്കുന്ന പല ക്രിസ്ത്യൻ വോട്ടുകളും അത് ഏകീകരിച്ചുകൊണ്ട് UDFന് അനുകൂലമായിട്ട് പോകുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടായി. ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്. അദ്ദേഹം ഇത് കൃത്യമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം, ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ, നമുക്കറിയാം ഒരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിനെ അത്ര രീതിയിൽ കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അദ്ദേഹം എന്താണ് ചെയ്തത്? തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് നേരെ നേമത്ത് പോയി മത്സരിക്കുകയാണ്. കോടികൾ, BJP പിടിച്ച കോടിക്കണക്കിന് രൂപ നേമത്തേക്ക് ഒഴുക്കുകയാണ്. ബാക്കി മണ്ഡലങ്ങളൊന്നും വിജയിച്ചാലും കുഴപ്പമില്ല, ഞാൻ വിജയിച്ചാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോയതാണ് രാജീവ് ചന്ദ്രശേഖരന് പറ്റിയ ഏറ്റവും വലിയ അടി. അത് നേമത്തും തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് BJPയുടെ കോർ കമ്മിറ്റി പറയുന്ന ഈ റിസൾട്ട്. BJP 0 സീറ്റിലേക്ക് ഒതുങ്ങി പോകുമെന്ന് BJPയുടെ ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ, ട്വിസ്റ്റുകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയ ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം UDFനും LDFലും ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ചിലപ്പം വേണമെങ്കിൽ BJP ഏതെങ്കിലും മണ്ഡലത്തിൽ വിജയിച്ച് വന്നേക്കാം. അതിനപ്പുറത്തേക്ക് BJP പണിയെടുത്ത് വിജയിപ്പിച്ചു എന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കേരളത്തിൽ ഇല്ലാതെ പോയി എന്നാണ് BJPയുടെ കണക്കുകൾ പറയുന്നത്.